ഹായ് ഓൾ, വെൽക്കം ടു ഡോറ മൂൺ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ ലിലി ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ലിലി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു പെറ്റലിന് വേണ്ടി 2 ഓറഞ്ച് പൈപ്പ് ക്ലീനേഴ്സും ഒരു ലീഫിന് വേണ്ടി 2 ഗ്രീൻ പൈപ്പ് ക്ലീനേഴ്സുമാണ് വേണ്ടത്. ടോട്ടൽ നമ്മൾ 5 പെറ്റൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു പെറ്റലിന് 2 എണ്ണം, സോ 5 പെറ്റലാണ് ടോട്ടൽ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ടോട്ടൽ നമുക്ക് 10 ഓറഞ്ച് കളർ പൈപ്പ് ക്ലീനേഴ്സ് വേണം. പിന്നെ 2 ലീവ്സാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് 4 ഗ്രീൻ കളർ പൈപ്പ് ക്ലീനേഴ്സ് ലീവ്സിനും വേണം. അപ്പോൾ നമുക്കിനി ഫ്ലവർ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഓറഞ്ച് പൈപ്പ് ക്ലീനർ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി ആ ഫോൾഡിങ് മാർക്കുള്ള പോർഷൻ ഒരു സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്യുക. ആ പൈപ്പ് ക്ലീനറിനെ 2 പീസാക്കി മാറ്റുക. ഇനി ഒരു സെക്കൻഡ് ഓറഞ്ച് പൈപ്പ് ക്ലീനർ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്യുക. ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് പൈപ്പ് ക്ലീനറിൻ്റെ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, അതെടുത്ത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യുക. ആ കട്ട് ചെയ്ത് വെച്ച 2 പീസസും ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി നമ്മൾ കട്ട് ചെയ്യാതെ വെച്ച ഓറഞ്ച് പൈപ്പ് ക്ലീനർ എടുത്ത് ആ 2 കട്ട് ചെയ്ത പൈപ്പ് ക്ലീനേഴ്സിൻ്റെയും ഇടയ്ക്കായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ സെൻറ്റർ പോർഷൻ 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 എൻഡ്സും താഴോട്ട് മടക്കി ഒരു ലീഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതിൽ ഓരോ സ്ട്രാൻഡ്സും ചെറുതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഒരു ലീഫ് സ്ട്രക്ചർ ആക്കിയെടുക്കാൻ വേണ്ടി മാക്സിമം നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തെ ലോങ് എൻഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ലീവ്സ് മൊത്തത്തിലൊന്ന് ടൈ ചെയ്ത് വെക്കുക. ടൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് സ്ട്രാൻഡ്സ് എല്ലാം ഒന്ന് നേരെയാക്കി പെറ്റൽ ഷേപ്പ് ചെയ്തെടുക്കുക. സിമിലർലി നമ്മൾ 5 പെറ്റൽസ് ഉണ്ടാക്കുക. നെക്സ്റ്റ് നമുക്കിതുപോലത്തെ ലെങ്തി ലീഫ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് 2 പച്ച പൈപ്പ് ക്ലീനേഴ്സാണ്. വീഡിയോയിൽ കാണുന്ന പോലെ 2 പച്ച പൈപ്പ് ക്ലീനേഴ്സ് ഫോൾഡ് ചെയ്യുക. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു ഫോൾഡ് ചെയ്ത പൈപ്പ് ക്ലീനേഴ്സിൻ്റെ ഇടയ്ക്കോട്ട് രണ്ടാമത് ഫോൾഡ് ചെയ്ത ഗ്രീൻ പൈപ്പ് ക്ലീനർ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ആ സെൻറ്റർ പോർഷൻ പ്രസ് ചെയ്തിട്ട് 2 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ആ എൻഡ്സ് നേരെ താഴോട്ട് ഫോൾഡ് ചെയ്ത് ഒരു ലീഫിൻ്റെ ഷേപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒരു ലീഫി ഷേപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ പെറ്റൽസിന് ഉപയോഗിച്ച സെയിം മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെയും താഴെ കാണുന്ന 2 ലെങ്തി ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലെങ്തി ആയിട്ടുള്ള ഫസ്റ്റോ ലാസ്റ്റോ ഏതെങ്കിലും ഒരെണ്ണം ലെങ്തി ആയിട്ടുള്ളൊരു സ്ട്രാൻഡ് എടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം, ലീഫ് കറക്റ്റ് ഷേപ്പ് ആവാനും അഴിഞ്ഞു പോകാതിരിക്കാനും. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ 5 പെറ്റൽസും 2 ലീവ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ വേണ്ടി സ്റ്റേമനാണ് വേണ്ടത്. സ്റ്റേമൻ ഓർ പിസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ബ്ലൂ പൈപ്പ് ക്ലീനറും ഗ്രീൻ ടേപ്പും മാത്രമാണ്. ബ്ലൂ പൈപ്പ് ക്ലീനറിൻ്റെ ഒരു എൻഡ് ചെറുതായിട്ടൊന്ന് മടക്കി ഒരു ചെറിയ ബോൾ പോലെ ആക്കുക. ശേഷം അതിൻ്റെ താഴെ പച്ച ടേപ്പ് വെച്ച് റാപ്പ് ചെയ്ത് കൊടുക്കുക, ഫുൾ താഴെ വരെ. അപ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. മേളിൽ മാത്രം ഒരു റൗണ്ടും താഴോട്ട് നല്ല തിന്നായിട്ടും കിട്ടും. അങ്ങനെ നമ്മൾ 2 എണ്ണമാണ് ഈ ഫ്ലവറിന് വേണ്ടി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഗ്രീൻ സ്റ്റെമ്മാണ്. അതിലേക്ക് ഈ സ്റ്റേമനും പെറ്റൽസും ലീവ്സും എല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം യൂസിങ് എ ഗ്രീൻ ടേപ്പ്. സോ ആദ്യം തന്നെ സ്റ്റേമൻ ഒരു ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ആ സ്റ്റെമ്മിൽ റാപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് എല്ലാ പെറ്റൽസും ഗ്ലൂഗൺ യൂസ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി ഗ്ലൂഗൺ യൂസ് ചെയ്യാതെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പെറ്റൽസായിട്ട് എടുത്ത് വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഓരോരോ പെറ്റൽസായിട്ട് റാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ആദ്യം തന്നെ പെറ്റൽസ് എല്ലാം ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്ത് റാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള 2 ഗ്രീൻ ലീവ്സും സിമിലർലി സെയിം രീതിയിൽ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീവ്സും പെറ്റൽസും ഒക്കെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി പ്രൊസീജിയറാണ് ഈ ലിലി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദിസ് ഇസ് വെരി ഈസി. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.